പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയാൻ ലൂണ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% വരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ലൂണ ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒഡീഷ എഫ്സിക്കെതിരെ മികച്ചൊരു വിജയം തന്നെ ഞങ്ങൾ സ്വന്തമാക്കിയിരുന്നു. എന്നാൽ ആ വിജയം ആഘോഷിക്കാൻ ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നാൽ വളരെ മോശമായ രീതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അന്ന് ഞങ്ങളോട് പെരുമാറിയത് എന്നുള്ളൊരു കാര്യമാണ് ലൂണ ഇപ്പോൾ എടുത്തു പറയുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാനേജ്മെൻറ്റുമായി പരിഹരിച്ച് തീർക്കണം, അല്ലാതെ ഞങ്ങളുമായി, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളോട് ആ പ്രതികാരം വീട്ടരുത് എന്നുള്ളൊരു കാര്യമാണ് ലൂണ ഇവിടെ എടുത്തു പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിലായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു, ആ പ്രശ്നം ഒതുക്കി തീർക്കാനല്ലേ നിങ്ങൾ നോക്കുകയുള്ളായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ലൂണ ഇവിടെ എടുത്തു ചോദിക്കുന്നത്. എന്നാൽ ലൂണയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റാണ് ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അതിനെതിരെയാണ് മഞ്ഞപ്പട രൂക്ഷമായ വിമർശനമൊക്കെ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ മഞ്ഞപ്പട എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനോട് അത് തീർക്കണം, അല്ലാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലെ അംഗങ്ങൾ, അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളോടോ കോച്ചിങ് സ്റ്റാഫിനോടോ പരിശീലകനോടോ അല്ലോ നമ്മളത് തീർക്കേണ്ടത്. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മനസ്സിലാക്കുക. നമ്മൾക്ക് വേണ്ടിയാണ് അവർ ഓരോ മത്സരത്തിലും 100% എഫേർട്ട് ഇട്ട് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെന്നും അവരെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടാവണം. എന്നാൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെതിരെ ഇപ്പോഴും പ്രതിഷേധം ഉയർത്തണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഒരിക്കലും നമ്മുടെ മാനേജ്മെൻറ്റ് നന്നാവില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല പ്ലേയേഴ്സിനെ കൊണ്ട് വിറ്റുതൊളിക്കും, എന്നാൽ അവരുടെ പകരക്കാരനെ കൊണ്ടുവരുന്ന താരമല്ല ഇഞ്ചുറി പിടിച്ച താരമായിരിക്കുമെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ നല്ല പ്ലെയേഴ്സിനെ വിട്ടുകൊടുത്താൽ അവർക്ക് വേണ്ടി നല്ല റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരാത്തതും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പിഴവ് തന്നെയാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളെ നമ്മൾക്ക് കുറ്റം പറയാൻ സാധിക്കുകയില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് മാത്രമേ നമുക്കിവിടെ കുറ്റം പറയാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ലൂണ ഇവിടെ എടുത്തു പറയുന്നത്.